സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്നുമുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ലേറ്റസ്റ്റ് PSC ബുള്ളറ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നൈട്രജന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം. നൈട്രജന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം മഞ്ഞയാണ്. ഉത്തരം വരുന്നത് മഞ്ഞ. എന്തിൻ്റെ സാന്നിധ്യം മൂലമാണ് വജ്രത്തിന് മഞ്ഞ നിറം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ നൈട്രജന്റെ സാന്നിധ്യം മൂലമാണ്. നൈട്രജൻ. കൃത്രിമ വജ്രം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. കൃത്രിമ വജ്രം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി മോയ്സൺ ആണ്. ഹെൻറി മോയ്സൺ. കൃത്രിമ വജ്രം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി മോയ്സൺ. അബ്സോർബൻ്റായി ഉപയോഗിക്കുന്ന അമോർഫസ് കാർബൺ. അബ്സോർബൻ്റായിട്ട് ഉപയോഗിക്കുന്ന അമോർഫസ് കാർബൺ വുഡ് ചാർക്കോൾ ആണ്. വുഡ് ചാർക്കോൾ. അബ്സോർബൻ്റായി ഉപയോഗിക്കുന്ന അമോർഫസ് കാർബൺ ആണ് വുഡ് ചാർക്കോൾ. വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം. വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം കോപ്പർ. വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? കോപ്പറാണ്. കോപ്പറാണ് വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. തന്നിരിക്കുന്ന ലോഹ സ്വഭാവം കൂടുതൽ, അയോണീകരണ ഊർജം കുറവ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവ്, ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ലോഹ സ്വഭാവം കൂടുതലാണ്, അയോണീകരണ ഊർജം കുറവാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. എക്സ്റേ വികിരണ ട്യൂബുകളുടെ ജാലകം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. എക്സ്റേ വികിരണ ട്യൂബുകളുടെ ജാലകം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ബെറിലിയമാണ്. ബെറിലിയം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബെറിലിയം. എക്സ്റേ വികിരണ ട്യൂബുകളുടെ ജാലകം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ബെറിലിയം. റേഡിയോ ആക്റ്റീവ് മൂലകമായ പൊളോണിയത്തിന്റെ അർദ്ധായുസ്. പൊളോണിയത്തിന്റെ അർദ്ധായുസ് ഓപ്ഷൻ സി 138.6 ദിവസം. റേഡിയോ ആക്റ്റീവ് മൂലകമായ പൊളോണിയത്തിന്റെ അർദ്ധായുസ് 138.6 ദിവസമാണ്. പൊളോണിയത്തിന്റെ അർദ്ധായുസ് 138.6 ദിവസം. ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്ത്? ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ ആണ്. സ്പോഞ്ചി അയൺ. ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ. രാസപ്രവർത്തന നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. രാസപ്രവർത്തന നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അഭികാരകങ്ങളുടെ ഗാഢത, മർദ്ദം, താപനില, ഇവയെല്ലാം. രാസപ്രവർത്തന നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാമാണ്. ഇതൊക്കെയാണ് അഭികാരകങ്ങളുടെ ഗാഢത, മർദ്ദം, താപനില. അഭികാരകങ്ങളുടെ ഗാഢത, മർദ്ദം, താപനില എന്നിവയെല്ലാം രാസപ്രവർത്തന നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അടുത്ത ചോദ്യം, പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനി അറിയപ്പെടുന്നത്. പൂരിതമാകാൻ ആവശ്യമായതിലധികം ലീനം ലയിച്ചു ചേർന്ന ലായനി അതിപൂരിത ലായനിയാണ്. ഓപ്ഷൻ ബി അതിപൂരിത ലായനി. പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി. പരീക്ഷണശാലയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഓർഗാനിക് സംയുക്തം.
പരീക്ഷണശാലയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഓർഗാനിക് സംയുക്തം? യൂറിയ. യൂറിയയാണ് പരീക്ഷണശാലയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഓർഗാനിക് സംയുക്തം. താഴെ തന്നിരിക്കുന്നവയിൽ സസ്പെൻഷന് ഉദാഹരണം? ചെളിവെള്ളമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ചെളിവെള്ളം. ബ്രൈൻ എന്നറിയപ്പെടുന്ന ലായനി ഏത്? ബ്രൈൻ എന്നറിയപ്പെടുന്ന ലായനി സോഡിയം ക്ലോറൈഡ് ലായനി. സോഡിയം ക്ലോറൈഡ് ലായനി. ബ്രൈൻ എന്നറിയപ്പെടുന്ന ലായനി ഏതാണ്? സോഡിയം ക്ലോറൈഡ് ലായനി. ബ്രൈൻ എന്നറിയപ്പെടുന്ന ലായനി സോഡിയം ക്ലോറൈഡ് ലായനി. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏത്? മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന പദാർത്ഥം മിൽക്ക് ഓഫ് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ലോഹങ്ങളുടെ ക്രിയാശീലത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത്? ലോഹങ്ങളുടെ ക്രിയാശീലത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വൈദ്യുതി, കാർബൺ, കാർബൺ മോണോക്സൈഡ്, ഇവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവ എല്ലാം. വൈദ്യുതി, കാർബൺ, കാർബൺ മോണോക്സൈഡ്. ടിൻ, ലെഡ് എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ? ടിൻ, ലെഡ് എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ? ഉരുക്കി വേർതിരിക്കൽ. ഓപ്ഷൻ ബി, ഉരുക്കി വേർതിരിക്കൽ. ടിൻ, ലെഡ് എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഉരുക്കി വേർതിരിക്കൽ. ന്യൂമോണിയ, അൽഷിമേഴ്സ് എന്നീ രോഗങ്ങളുടെ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഹാലോജൻ ഏത്? ന്യൂമോണിയ, അൽഷിമേഴ്സ് എന്നീ രോഗങ്ങളുടെ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഹാലോജൻ ബ്രോമിൻ ആണ്. ബ്രോമിൻ. ന്യൂമോണിയ, അൽഷിമേഴ്സ് എന്നീ രോഗങ്ങളുടെ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഹാലോജൻ ആണ് ബ്രോമിൻ. ലൂയിസ് ആസിഡിന് ഉദാഹരണം ഏത്? ലൂയിസ് ആസിഡിന് ഉദാഹരണം? ഓപ്ഷൻ ബി, AlCl3 ആണ് ലൂയിസ് ആസിഡിന് ഉദാഹരണം. AlCl3. ഉമ്മിനീരിന്റെ pH മൂല്യം എത്ര? ഉമ്മിനീരിന്റെ pH മൂല്യം. ഉമ്മിനീരിന്റെ pH മൂല്യം ഓപ്ഷൻ ബി ആണ് 6.2 മുതൽ 7.6 വരെയാണ്. 6.2 to 7.6. ഉമ്മിനീരിന്റെ pH മൂല്യം 6.2 to 7.6. അടുത്ത ചോദ്യം, ശുദ്ധജലത്തിന്റെ മൊളാരിറ്റി എത്ര? ശുദ്ധജലത്തിന്റെ മൊളാരിറ്റി എത്ര? ഓപ്ഷൻ സി 55.55 ആണ് ശുദ്ധജലത്തിന്റെ മൊളാരിറ്റി. 55.55 ശുദ്ധജലത്തിന്റെ മൊളാരിറ്റി. തെറ്റായ ബന്ധം കണ്ടെത്തുക. പ്രോട്ടോൺ 1.6749 × 10⁻⁻27 കിലോഗ്രാം. ഇലക്ട്രോൺ 9.109 × 10⁻31 കിലോഗ്രാം. ന്യൂട്രോൺ 1.6746 × 10⁻37 കിലോഗ്രാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള ബന്ധം കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന പ്രോട്ടോൺ 1.6749 × 10⁻27 എന്നാണ് തന്നിരിക്കുന്നത്. പ്രോട്ടോണിന്റെ മാസ് വരുന്നത് 1.6726 × 10⁻27 ആണ്. അടുത്തത് മൂന്നാമത്തേത് ന്യൂട്രോൺ 1.6746 × 10⁻37 കിലോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നു. ന്യൂട്രോണിന്റെ മാസ് വരുന്നത് 1.6749 × 10⁻27 കിലോഗ്രാം ആണ്. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാർബൺ 14. ഭൂവൽക്കത്തിലെ മൂലകങ്ങളുടെ സമ്പുഷ്ടിയിൽ കാർബണിന്റെ സ്ഥാനം 17ാമതാണ്. പ്രകൃതിയിൽ സ്വതന്ത്ര രൂപത്തിലും സംയോജിത അവസ്ഥയിലും കാർബൺ കാണപ്പെടുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത്
തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണമാണ്. സ്വർണം. ഓപ്ഷൻ സി സ്വർണം. മൃദുലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൃദുലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ടൈറ്റാനിയം. ഓപ്ഷൻ ബി ടൈറ്റാനിയം. മാഗ്നറ്റൈറ്റ് എന്ന അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന മാർഗം. മാഗ്നറ്റൈറ്റ് എന്ന അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന മാർഗം കാന്തിക വിഭജനമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കാന്തിക വിഭജനം. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം നീല. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നീല. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. മുങ്ങൽ വിദഗ്ധർ ഏതിൽ നിന്നും സംരക്ഷണം നേടാനായിട്ടാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. ഉയർന്ന മർദ്ദമാണ്. ഉയർന്ന മർദ്ദത്തിൽ നിന്നും സംരക്ഷണം നേടാനാണ് മുങ്ങൽ വിദഗ്ധർ പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. മിഥ്യാ പ്രതിബിംബം. ഓപ്ഷൻ സി ആണ് ഉത്തരം. മിഥ്യാ പ്രതിബിംബം. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുന്നു. ഓപ്ഷൻ സി വ്യാപ്തം വർദ്ധിക്കുന്നു. ഭാരത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ്. ഭാരത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ് ന്യൂട്ടൺ. ഭാരത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ് ന്യൂട്ടൺ. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പവർ. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പവർ 4 ഡയോപ്റ്റർ ആണ്. 4 ഡയോപ്റ്റർ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ പാലാണ്. പാൽ. പാലിന്റെ ശുദ്ധത അളക്കുന്നതിനാണ് ലാക്ടോമീറ്റർ. പാരപ്പെറ്റിൽ വച്ചിരിക്കുന്ന ഒരു ചെടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത്? പാരപ്പെറ്റിൽ വച്ചിരിക്കുന്ന ഒരു ചെടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം. ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ശ്യാനബലം. ഓപ്ഷൻ സി ശ്യാനബലം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ശ്യാനബലം അഥവാ വിസ്കോസിറ്റി. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് വേഗത. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് വേഗത. കൂട്ടത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നു. സെക്കൻഡ്, പ്രകാശവർഷം, മീറ്റർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. സെക്കൻഡ്. ഓപ്ഷൻ എ സെക്കൻഡ്. എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. -273 ഡിഗ്രി സെൽഷ്യസ് ആണ് കേവല പൂജ്യം ഊഷ്മാവ്. താഴെ പറയുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു. ശൂന്യതയിലൂടെ സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട്, നിശ്ചിത വേഗതയുണ്ട്, ഊർജം വഹിച്ചുകൊണ്ട് പോകുവാൻ കഴിയും, സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയുടെ പേര്.
ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഓപ്ഷൻ സി ഉത്പതനം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഉത്പതനം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം ഓപ്ഷൻ സി ആണ് 4 മടങ്ങാകും. ഓപ്ഷൻ സി 4 മടങ്ങ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബംഗളൂരു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗളൂരു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത് യുറാനസ് ആണ്. ഓപ്ഷൻ സി യുറാനസ്. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ ആണ്. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ. ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണ്? ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം ml²T⁻². ml²T⁻². ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുറയുന്നു. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നു. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയ ലോറിയുടെ ത്വരണം എത്ര? നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയ ലോറിയുടെ ത്വരണം എത്ര? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 6 മീറ്റർ/സെക്കൻഡ്². 6 മീറ്റർ/സെക്കൻഡ്². ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ A = v−u/t ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 മീറ്റർ/സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 30 മീറ്റർ/സെക്കൻഡ്. ടൈം തന്നിരിക്കുന്നത് 5 സെക്കൻഡ് ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ A = 30 - 0/5 വരുന്നു. ഉത്തരം വരുന്നത് 5 മീറ്റർ/സെക്കൻഡ്. ഉത്തരം വരുന്നത് 6 മീറ്റർ/സെക്കൻഡ്². അടുത്ത ചോദ്യം, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. സൂര്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്ന പാർസെക്, പ്രകാശവർഷം, ചന്ദ്രശേഖർ പരിധി, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഓപ്ഷൻ സി ആണ്, ചന്ദ്രശേഖർ പരിധി. 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് അടുത്തത്. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനായുള്ള ISROയുടെ പദ്ധതിയുടെ പേര്? ഗഗൻയാൻ ആണ്. ഗഗൻയാൻ. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനുള്ള ISROയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.